ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇതൊരു പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എക്സാമിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ സിലബസ് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒരു സിലബസ് നിങ്ങൾ പ്രിന്റ് എടുക്കണം. പ്രിന്റ് എടുത്ത് വെച്ചിട്ട് തന്നെ മാക്സിമം എല്ലാം കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുവരെ ഒന്നും കവർ ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഉറപ്പായിട്ടും നിങ്ങൾ നോക്കിയിരിക്കേണ്ട ടോപ്പിക്സ് ആണ് പറയാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ടിരിക്കുന്നവരാണെങ്കിൽ ഒന്നും കൂടെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കി വെക്കേണ്ട ടോപ്പിക്സും കൂടെയാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പം ഇത് പേഴ്സണലി എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോകുന്ന സമയത്ത് ഞങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ട്രെൻഡ്സ് ഓഫ് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്. സോ അത് ശരിക്കും നമ്മളൊക്കെ ജസ്റ്റ് ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യം നോക്കിയതായതുകൊണ്ട് തന്നെ അവസാനം എക്സാം എഴുതാൻ പോയപ്പോഴത്തേക്ക് ഞാനൊക്കെ ഇത് ഏതായിരുന്നെന്ന് മറന്നു പോയിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണ്. സോ നിങ്ങളത് നോക്കി വെച്ചേക്കുക. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എക്സാമിന് കയറി ചോദിച്ചൊരു ചോദ്യമായിരുന്നു ട്രെൻഡ്സ്. സോ റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള ഒരു ചാൻസ് വളരെയധികം കൂടുതലാണ്. നിങ്ങൾ ഉറപ്പായിട്ടും പ്രീവിയസ് ഇയർ ഒരു 3 ഇയറിലെ BSc നഴ്സിംഗ് സെം ബാച്ച് ആയണൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ കാണും. അത് 3-ലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകണം. അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ട്രെൻഡ്സ് ഓഫ് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്. അത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അതായിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇൻഫ്ലമേഷൻ, വൂണ്ട് ഹീലിംഗ്. ഇത് രണ്ടും ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകണം. നല്ല ഇമ്പോർട്ടന്റ് ആണ്. വൂണ്ട് ഹീലിംഗിന്റെ ഒക്കെ സ്റ്റേജസ്, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്, അതുപോലെ തന്നെ കെയർ ഓഫ് സർജിക്കൽ പേഷ്യൻസ്, പ്രീ ഓപ്പറേറ്റീവ്, പോസ്റ്റ് ഓപ്പറേറ്റീവ്, ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. സോ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റണം. പിന്നെ എനിക്ക് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, മാക്സിമം ഏതൊരു ഡിസീസ് കണ്ടീഷൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കെയർ പ്ലാൻ വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വരയ്ക്കുക. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് മീസൽസ് ഒക്കെ ചോദിച്ചപ്പോൾ വരെ എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ കെയർ പ്ലാൻ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം കെയർ പ്ലാൻ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. കെയർ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ പേപ്പറും കൂടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം വരയ്ക്കാനായിട്ട്. അഡീഷണൽ ഷീറ്റ് തരത്തില്ല. അപ്പോൾ ആ ഒരു ഇതുകൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് മാക്സിമം ഡിസീസ് കണ്ടീഷൻസ് വരുന്ന കേസിൽ ഉറപ്പായിട്ടും കെയർ പ്ലാൻ വരയ്ക്കുക. ഇനി നിങ്ങളോട് നഴ്സിംഗ് മാനേജ്മെന്റ് എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കെയർ പ്ലാൻ വരച്ചിരിക്കണം. അപ്പം ഈ 2 കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഓർത്തപ്പം. ഇൻട്രാ ഓപ്പറേറ്റീവ് കെയർ ആണ് സെക്കൻഡ് ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിലോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ OTയിലെ ടീമിന്റെ കാര്യങ്ങൾ പഠിക്കണം. ടീമിൽ ആരൊക്കെ ഉണ്ട്, അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതൊക്കെ ഉറപ്പായിട്ട് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ വേറൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് മെയിൻറ്റെയിനിങ് ഓഫ് തെറാപ്യൂട്ടിക് എൻവയോൺമെന്റ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ. ആ ഒരു ടോപ്പിക്ക് ഉറപ്പായിട്ട് നോക്കിയിരിക്കണം. ഇതൊക്കെ ഞാൻ സിലബസ് നോക്കിയിട്ടാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾ സിലബസിൽ നോക്കിയാൽ മതി, ഇതൊക്കെ അതിലുണ്ടായിരിക്കും. പിന്നെ സ്ക്രബിങ്ങിന്റെ പ്രൊസീജിയർ, ഗൗണിങ്, മാസ്കിങ്, ഗ്ലൗവിങ്, അപ്പൊ ഏതൊക്കെ ആദ്യം ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് പ്രിവെൻഷൻ ഓഫ് ആക്സിഡൻസ് ഇൻ ഹസാർഡ്സ് ഇൻ OT. സോ അത് നോക്കി വെക്കണം. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്ക് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നതിനുള്ള ഇതിന്റെ ഇടയിലുള്ള കെയർ, പ്രീ ഓപ്പറേറ്റീവ്, ഇൻട്രാ ഓപ്പറേറ്റീവ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഒക്കെ പഠിച്ചു വെക്കണം. ചോദിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ അനസ്തേഷ്യ ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മേ ബി ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. സോ നിങ്ങൾ ജസ്റ്റ് ഒരു ടൈപ്സ് ഓഫ് അനസ്തേഷ്യ, അതിന്റെ ഒരു എഫക്റ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളെങ്കിലും ജസ്റ്റ് നോക്കിയിട്ട് പോവുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. തേർഡ് ചാപ്റ്ററിലോട്ട് വരുമ്പോഴത്തേക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ശരിക്കും അതിനൊന്നും കളയാനില്ല. അതിൽ 3 ടോപ്പിക്സ് ആണ് പറയുന്നത്: ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ഷോക്ക്, പെയിന്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഷോക്ക് ആണ്. ഷോക്ക് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. 15 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ ഇതുവരെ പറഞ്ഞതിൽ, ഞാൻ ഇത്രയും 3 ചാപ്റ്ററിൽ പറഞ്ഞതിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഏത് പഠിച്ചിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ പഠിക്കേണ്ടത് ഷോക്ക് ആണ്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പെയിൻ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ ഹൈപ്പോനട്രീമിയ, ഹൈപ്പർ കലീമിയ, അങ്ങനെ നമ്മൾ കുറേ കണ്ടീഷൻസ് പഠിക്കും. അപ്പൊ നിങ്ങൾ ബേസിക് ആയിട്ട് എല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കാനുള്ള ഒരു സമയം കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് വാല്യൂസ് പഠിച്ചു വെക്കുക. ഇപ്പം സോഡിയത്തിന്റെ നോർമൽ ലെവൽ എത്രയാണ്, പൊട്ടാസ്യത്തിന്റെ നോർമൽ ലെവൽ എത്രയാണ്, മഗ്നീഷ്യം എത്രയാണ്, അങ്ങനെ പഠിച്ചു വെക്കുക. അപ്പൊ അതിന്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഹൈപ്പോയും, മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഹൈപ്പറും. ആ ഒരു ബേസിക് കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. ബിക്കോസ് MCQന് ചിലപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ബേസിക് കാര്യം അറിയത്തില്ലെങ്കിൽ അവിടെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. സോ നിങ്ങൾ അങ്ങനെങ്കിലും പഠിച്ചു വെക്കുക. മാക്സിമം ജസ്റ്റ് നോക്കി വെച്ചേക്കുക. അഥവാ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ നിങ്ങൾ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഒക്കെ എഴുതണം. അപ്പോൾ ആ ഒരു ഐഡിയ ഒക്കെ ഉണ്ടാക്കി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നോക്കി വെക്കേണ്ട മറ്റൊരു കാര്യമാണ് മെറ്റബോളിക് അസിഡോസിസ്, മെറ്റബോളിക് ആൽക്കലോസിസ്, റെസ്പിറേറ്ററി അസിഡോസിസ്, റെസ്പിറേറ്ററി ആൽക്കലോസിസ്. ഇത് തിരിച്ചറിയാനായിട്ട് നിങ്ങൾ പഠിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിന് പോകുന്നതിന് മുന്നേ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അത് നമ്മൾ
വെക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അവര്. അപ്പൊ അതെല്ലാം പഠിച്ചിട്ട് പോവുക. അതിനൊരു സിമ്പിൾ ട്രിക്ക് ഒക്കെ ഉണ്ട്. റോം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് റെസ്പിറേറ്ററി ആണെങ്കിൽ ഓപ്പോസിറ്റ് വരണം, ഒരെണ്ണം കൂടുമ്പോ ഒരെണ്ണം കുറയും. RO M E M എന്ന് പറയുമ്പോൾ മെറ്റബോളിക് വരുമ്പോൾ E ആണ്, ഈക്വൽ ആയിട്ട് വരും, സെയിം ആയിരിക്കും. ബൈകാർബണേറ്റും കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് തോന്നുന്നു. ശരിക്കും ഞാൻ കുറെയൊക്കെ മറന്നുപോയി. പക്ഷെ എനിക്കറിയാം അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ അതൊക്കെ നോക്കി വെച്ചേക്കുക. അടുത്ത ചാപ്റ്റർ ആണ് റെസ്പിറേറ്ററി. സോ ഇനിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ഓരോ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാം. ആദ്യം തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് COPD അഥവാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് പഠിക്കണം, ന്യൂമോണിയ പഠിക്കണം, ബ്രോങ്കിയോലൈറ്റിസ്, ബ്രോങ്കിയറ്റാസിസ്, ലങ് അബ്സസ്, ARDS അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. ഇത്ര നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകണം. ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ചോദിക്കാം. നമുക്ക് ARDS ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് ഇത്ര ഉറപ്പായിട്ടും പഠിക്കുക. ഈ ലങ് അബ്സസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. സമയം ഉണ്ടെങ്കിൽ ലങ് അബ്സസും പ്ലൂറൽ എഫ്യൂഷനും കൂടെ നോക്കുക, അതും ഇമ്പോർട്ടന്റ് ആണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിന്റെ ഒരു ഡെഫിനിഷൻ എങ്കിലും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പൊ ഡെഫിനിഷൻ എങ്കിലും അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അത് വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ എന്താണ് സംഭവം എന്ന് അറിയില്ല. ഇപ്പൊ ന്യൂമോണിയ എന്ന് പറയുമ്പോൾ ലങ് പാരൻകൈമ അത്രയെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാച്ചാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഇതിന്റെയൊക്കെ ഡെഫിനിഷൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കാണാൻ പഠിക്കണം എന്നല്ല, ആ ഒരു കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, അതിൽ എന്തൊക്കെയാണ്. ഇപ്പൊ COPD എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ 2 ഡിസീസ് കണ്ടീഷൻ വരുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞു വെച്ചാൽ തന്നെ ബാക്കിയൊക്കെ നമുക്ക് ഇപ്പം ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഒക്കെ നമുക്ക് അറിയാലോ, റെസ്പിറേറ്ററി കണ്ടീഷൻ ആണ്. അപ്പൊ ഏകദേശം ഒക്കെ ഒന്നും അറിയത്തില്ല പോലെ എന്തെങ്കിലുമൊക്കെ എഴുതാനായിട്ട് വരും. സോ ബേസിക് ആയിട്ട് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ആ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അടുത്ത ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലോട്ട് പോകുമ്പോഴത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പെപ്റ്റിക് അൾസർ ഡിസീസ് ആണ്. പെപ്റ്റിക് അൾസർ ഡിസീസ് എന്നൊക്കെ പറയുന്നത് ഉറപ്പായിട്ടും ഒരു essay ക്വസ്റ്റ്യൻ ആണ്. സോ അത് പഠിക്കാണ്ട് പോകരുത്. മസ്റ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ടോപ്പിക് ആണ്. ഇനി പെപ്റ്റിക് അൾസർ ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഡിയോഡിനൽ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്റ്റൈനലും ഉണ്ട്. സോ അത് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാം, രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം നമ്മളൊക്കെ അറിയാം, ഓറൽ ക്യാവിറ്റിയിൽ ലിപ്സ്, ഗംസ്, ടീത്ത് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ജിഞ്ചിവൈറ്റിസ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിക്കത്തില്ലേ, ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നോക്കിയാൽ മതി. അപ്പൊ അത് ജസ്റ്റ് ഇതുപോലെ പഠിച്ചു വെക്കുക. ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ഇപ്പം ഗംസിന്റെ ഇൻഫ്ലമേഷൻ എന്താണ് പറയുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അത് നിങ്ങൾക്ക് MCQയിൽ കിട്ടും. ഒരെണ്ണമെങ്കിലും അങ്ങനത്തെ ഒരു MCQ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇതിന്റെയൊക്കെ ഇൻഫ്ലമേഷൻ പഠിച്ചു വെക്കുക. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ മതി, അത് പഠിച്ചു വെക്കുക. അടുത്തതായിട്ട് ഡിസീസ് കണ്ടീഷൻ ബാക്കി പോകുമ്പോഴത്തേക്ക് അപ്പൻഡിസൈറ്റിസ്, ഹെമറോയിഡ്, പാൻക്രിയേറ്റൈറ്റിസ്, ലിവർ സിറോസിസ്, ഹെപ്പാറ്റിക് ഫെയിലിയർ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. കോളിലിഡിയാസിസ് ഒക്കെ അവിടെ ചെന്നിരിക്കുമ്പം എന്താണെന്ന് അറിയണം. ഗാൾ ബ്ലാഡറുമായിട്ട് ബന്ധപ്പെട്ട കോളിലിഡിയാസിസ്. സോ കോളിലിഡിയാസിസ് ഒക്കെ എന്താണ് MCQയുടെ എപ്പോഴും ചോദിക്കണതാണ്. അപ്പൊ നമുക്ക് ഒരു ബന്ധം, പാൻക്രിയേറ്റൈറ്റിസ് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും പാൻക്രിയാസിന്റെ ആണ്. പക്ഷെ കോളിലിഡിയാസിസ് ഒക്കെ ആദ്യമായിട്ട് കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അറിയാനായിട്ട് പറ്റത്തില്ല. സോ അതൊക്കെ നോക്കിയിട്ട് പോവുക, ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. അത് ഗോൾ ബ്ലാഡറുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. കാര്യങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുക. ലിവർ സിറോസിസ് പഠിക്കുക, ലിവർ അബ്സസ് പഠിക്കുക, പെപ്റ്റിക് അൾസർ ഡിസീസ് പഠിക്കുക, അതുപോലെ തന്നെ പാൻക്രിയേറ്റൈറ്റിസ് പഠിക്കുക. നമ്മുടെ എക്സാമിന് പാൻക്രിയേറ്റൈറ്റിസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ എല്ലാത്തിലും ഒരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. സോ നിങ്ങൾ ഇതൊക്കെ ഉറപ്പായിട്ടും പഠിക്കുക. ഇതിൽ ഇനിയും കണ്ടീഷൻസ് ഉണ്ട്, ഞാനിപ്പോ എല്ലാം ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. സോ ഇതിൽ നിങ്ങൾക്കും സ്വന്തമായിട്ട് ഏതെങ്കിലും ഇമ്പോർട്ടന്റ് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും പഠിക്കണം. ഞാനിപ്പോ എൻ്റെ ഒരു കോൺസെപ്റ്റ് ആണ് പറയുന്നത്. അടുത്ത കാർഡിയോ വാസ്കുലാർ സിസ്റ്റം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ആൻജൈന പെക്ടോറിസ് പഠിക്കണം, അതുപോലെ തന്നെ അതിരോസ്ക്ലീറോസിസ് പഠിക്കണം, അനൂറിസം പഠിക്കണം, പെപ്റ്റിക് വാസ്കുലാർ ഡിസോർഡേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. പിന്നെ പഠിക്കേണ്ടത് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ പഠിക്കണം. പിന്നെ നിങ്ങൾ ഈ മയോകാർഡൈറ്റിസ്, പെരികാർഡൈറ്റിസ്, എൻഡോകാർഡൈറ്റിസ് ഇതൊക്കെ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിച്ചാലേ എഴുതുന്ന രീതിക്ക് പഠിച്ചു വെച്ചിരിക്കണം. അരിത്മിയാസ് പഠിക്കണം, ഹാർട്ട് ബ്ലോക്ക് പഠിക്കണം, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ പഠിക്കണം. ഇത്രയും പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാം പഠിക്കണമെന്ന് തോന്നിപ്പോവും. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഉറപ്പായിട്ടും ഞാൻ ഒന്നും കൂടെ പറയാം, MI പഠിച്ചിരിക്കണം, അതിരോസ്ക്ലീറോസിസ് പഠിച്ചിരിക്കണം, അനൂറിസം പഠിച്ചിരിക്കണം, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ പഠിച്ചിരിക്കണം, ആൻജൈന പെക്ടോറിസ് പഠിച്ചിരിക്കണം.
ഏതെങ്കിലും വിട്ടുപോയെന്ന് എനിക്ക് അറിയത്തില്ല. അരിത്മിയാസ് പഠിച്ചിരിക്കണം. ഞങ്ങളുടെ എക്സാമിന് എസ്എ ആയിരുന്നു കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. അതും റൈറ്റ് സൈഡഡ് ഉണ്ട്, ലെഫ്റ്റ് സൈഡഡ് ഉണ്ട്. നമുക്ക് ഏതാ ചോദിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, ഒരുപോലെ അല്ല. സോ അത് വ്യത്യാസമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കുന്ന രീതിക്കും പഠിച്ചു വെക്കുക. അത്രയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ പെരിഫറൽ വാസ്കുലർ ഡിസോർഡേഴ്സും പഠിക്കുക. അത് ഇമ്പോർട്ടന്റ് ആണ് ശരിക്കും. അടുത്തത് ബ്ലഡ് ആണ്. ബ്ലഡ് ചാപ്റ്ററിൽ ആദ്യം തന്നെ പറയാനുള്ളത് അനീമിയ പഠിക്കുക. അനീമിയ മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ട് എക്സാമിന് പോകാവൂ. ഞങ്ങളുടെ എക്സാമിന് ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് ഫിസിയോളജിയിൽ. ഒന്നും കൂടെ പഠിച്ചിട്ട് പോവുക. ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ ലുക്കീമിയ, ലൂക്കോപ്പീനിയ ഒക്കെ ഉണ്ട്. അപ്പം അതിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അത് പഠിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ ലിംഫോമ, അത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത്രയാണ് അതിൽ നിന്ന് പഠിക്കാനുള്ളത്. പിന്നെ മൈലോമ, ലിംഫോമ ഒക്കെ ഡിഫറൻസ് ബിറ്റ്വീൻ മേ ബി ചോദിച്ചേക്കാം. അടുത്തതായിട്ട് എൻഡോക്രൈൻ സിസ്റ്റം ആണ്. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. മസ്റ്റ് ആയിട്ടും ഡയബറ്റിസ് മെലിറ്റസ് പഠിക്കാണ്ട് പോലെ എസ്എ ക്വസ്റ്റ്യൻ ആണ്. സോ അത് ഉറപ്പായിട്ടും പഠിക്കുക. പിന്നെ അറിയാം നിങ്ങൾക്ക് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഗ്ലാൻഡുകളും അതിന്റെ അസുഖങ്ങളും ഒക്കെ ഉണ്ട്. പറയാനാണെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല. ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ നോക്കി വെക്കുക. അഡ്രീനൽ ഗ്ലാൻഡിന്റെ പിറ്റ്യൂട്ടറിയുടെ ഒക്കെ പറയുന്നുണ്ട്. സോ നിങ്ങൾ ഈ മറ്റേ അഡിസൺസ് ഡിസീസ് ഇതും എന്ത് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ വൺ വേർഡ് MCQന് വേണ്ടിയിട്ട് നോക്കി വെക്കുക. ബിക്കോസ് അതിൽ നിങ്ങൾക്ക് ഒരു MCQ ഉറപ്പായിട്ടും കിട്ടും. ഇപ്പം അഡിസൺസ് ഡിസീസ് എന്ന് പറയുമ്പോൾ എന്ത് കൂടുന്നതാണ് അല്ലെ എന്ത് കുറയുന്നതാണ്, അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഞാൻ ഒരു എക്സാമ്പിൾ ആണ് അഡിസൺസ് ഡിസീസ് പറഞ്ഞത്. ഇനിയുണ്ട് ഡിസീസസ്, പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ഓർക്കുന്ന വെച്ചിട്ട് പറഞ്ഞു പോവാ. സോ നിങ്ങൾ തന്നെ പോയിട്ട് നോക്കുക. ഡയബറ്റിസ് പഠിക്കാണ്ട് പോവരുത്. അടുത്ത ചാപ്റ്റർ ഇന്റഗുമെന്ററി സിസ്റ്റം ആണ്. ഇന്റഗുമെന്ററി സിസ്റ്റത്തിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് സോറിയാസിസ് ആണ്. ഓഫ് കോഴ്സ് സോറിയാസിസ് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഡെർമറ്റൈറ്റിസ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇൻഫെക്ഷനും ഇൻഫെസ്റ്റേഷനും മേ ബി ഐ തിങ്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. പിന്നെ ആക്നെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വൺ വേർഡ് കിട്ടാം. എക്സീമ, ആക്നെ, അലർജി, പെംഫിഗസ്, ഇതൊക്കെ MCQ ആയിട്ട് മേ ബി ചോദിക്കാം. സോ അത് നിങ്ങൾ വൺ വേർഡ് ആയിട്ട് കിട്ടുന്ന രീതിക്കെങ്കിലും ആ ഒരു ഡെഫിനേഷൻ നോക്കി വെക്കുക. പിന്നെ അലോപേഷ്യ ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. സോ ഇത് ഇത്രയാണ് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. സോ ഈ ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടന്റ് സോറിയാസിസും ഡെർമറ്റൈറ്റിസും. അടുത്തത് മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം ആണ്. മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിൽ ശരിക്കും കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ ഫ്രാക്ചർ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഫ്രാക്ചർ. എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഐ തിങ്ക് ഞങ്ങളുടെ എസ്എ ക്വസ്റ്റ്യൻ ഒരെണ്ണം ഫ്രാക്ചറും ഒരെണ്ണം കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറും ആയിരുന്നു. സോ ഫ്രാക്ചർ പഠിക്കാണ്ട് പോകരുത്. മസ്റ്റ് ആയിട്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാനും ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ഒരുപാട് ഡിഫറൻസ് ബിറ്റ്വീൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. സ്പ്രെയിനും സ്ട്രെയിനും ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാം. കൺഡ്യൂഷൻ, ആംബ്യൂട്ടേഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം ഓസ്റ്റിയോമലേഷ്യ, ഓസ്റ്റിയോപോറസിസ്, പിന്നെ ഉണ്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റുമാറ്റിക് ആർത്രൈറ്റിസ്, ആർത്രൈറ്റിസ്, ഇതൊക്കെ തമ്മിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാം. സോ ഇത് ഇത്രയും പഠിക്കാണ്ട് പോകരുത്. പിന്നെ പേജറ്റ്സ് ഡിസീസ് എന്തുവാന്ന് നോക്കി വെക്കണം. MCQ ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ബെനൈൻ ട്യൂമറും മാലിഗ്നന്റ് ട്യൂമറും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ട്രാക്ഷൻ ഒക്കെ വൺ വേർഡ് ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നിങ്ങൾ ഓർത്തോപീഡിക് മൊഡാലിറ്റീസ് എന്നൊരു ടോപ്പിക്ക് കിടപ്പുണ്ട്. അത് ജസ്റ്റ് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കാതൊക്കെ കയറി ചോദിക്കാം. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. പിന്നെ പോട്ട് സ്പൈൻ എന്തുവാണെന്ന് നോക്കിയേക്കണം ജസ്റ്റ്. പിന്നെ റീഹാബിലിറ്റേഷനും പ്രോസ്തസിസും അതുപോലെ തന്നെ റീപ്ലേസ്മെന്റ് സർജറീസ്, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ആരും ശ്രദ്ധിക്കാത്തൊരു ടോപ്പിക്കാണ്, പക്ഷെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം ആയതുകൊണ്ട് അതിന് ഇമ്പോർട്ടന്റ് ആണ്. സോ നിങ്ങൾ അത് നോക്കുക. അടുത്തായിട്ട് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനും കുറെ കണ്ടീഷൻസ് ഉണ്ട്. ട്യൂബർകുലോസിസ് പഠിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ മീസൽസ് പഠിച്ചിട്ട് പോവുക. ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മീസൽസ്. ലെപ്രസി പഠിച്ചിട്ട് പോവുക. ഡെങ്കു ഫീവർ പഠിച്ചിട്ട് പോവുക. മലേറിയ പഠിച്ചിട്ട് പോവുക. ഫൈലേറിയാസിസ് പഠിച്ചിട്ട് പോവുക. COVID-19 എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. സോ മേ ബി ചോദിച്ചേക്കാം. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സ്വൈൻ ഫ്ലൂ ഒക്കെ ഏത് വൈറസ് വെച്ചിട്ട് വരുന്നതെന്നൊക്കെ മേ ബി വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിച്ചേക്കാം. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. ചിക്കൻ ബോക്സ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കി വെച്ചേക്കുക. ടൈഫോയിഡിന്റെ എപ്പോഴും ചോദിക്കും ടെസ്റ്റ്, വൈഡൽ ടെസ്റ്റ്,
അങ്ങനത്തെ കാര്യങ്ങൾ. സോ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററും കഴിഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഒന്നും കൂടെ പറയാം. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കാണ്ട് എക്സാമിന് പോവാനേ പാടില്ല. ഓക്കെ. ഒന്നാമതായിട്ട് നിങ്ങൾ വൂണ്ട് ഹീലിംഗ് നോക്കണം, ഇൻഫെക്ഷൻ നോക്കണം, ഇൻഫ്ലമേഷൻ നോക്കണം, OT ടീം നോക്കണം. അതുപോലെ തന്നെ ഹൗ ടു മെയിൻറ്റെയിൻ തെറാപ്യൂട്ടിക് എൻവയോൺമെന്റ് ഇൻ OT, പ്രിവെൻഷൻ ഓഫ് ആക്സിഡൻസ് ആൻഡ് ഹസാർഡ്സ് ഇൻ OT, ഷോക്ക്, അതുപോലെ തന്നെ COPD, ന്യൂമോണിയ, ലങ് അബ്സസ്, ARDS, ബ്രോങ്കിയറ്റൈസിസ്, പെപ്റ്റിക് അൾസർ ഡിസീസ്, ലിവർ അബ്സസ്, ലിവർ സിറോസിസ്, ഹെപ്പാറ്റിക് ഫെയിലിയർ, പാൻക്രിയറ്റൈറ്റിസ്, GI ബ്ലീഡിങ്ങും കൂടെ നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത് വിട്ടുപോയി. അതുപോലെ തന്നെ അതിറോസ്ക്ലീറോസിസ്, ആൻജൈന പെക്ടോറിസ്, അനൂറിസം, മയോകാർഡിയൽ ഇൻഫാർക്ഷൻ, കാർഡിയക് അരിത്മിയ, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, അനീമിയ, ഡയബറ്റിസ് മെലിറ്റസ്, സോറിയാസിസ്, ഫ്രാക്ചർ, പിന്നെ ഓസ്റ്റിയോപോറസിസ്, അങ്ങനെ ഒരുപോലെ വരുന്ന സാധനങ്ങളെല്ലാം നോക്കിയേക്കണം. ഉറപ്പായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്പ്രെയിനും സ്ട്രെയിനും നോക്കിയിട്ട് പോകണം. അവിടെ പോയി ഒന്ന് സ്വന്തമായിട്ട് എഴുതാന്ന് വെച്ചാൽ അറിയാൻ പറ്റത്തില്ല. പിന്നെ റീഹാബിലിറ്റേഷൻ പ്രോസ്തസിസ്, റീപ്ലേസ്മെന്റ് സർജറീസ്, അതുപോലെ തന്നെ ട്യൂബർകുലോസിസ്, മീസൽസ്, ലെപ്രസി, ഫൈലേറിയാസിസ്, മലേറിയ, ഡെങ്കു, മെനിഞ്ചൈറ്റിസും കൂടെ നോക്കണം. ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫൈനലി ഇത് ഇത്രയെങ്കിലും നോക്കിയിരിക്കണം. ഇതിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റണ കുറേയൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. സോ മാക്സിമം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഞാൻ ശരിക്കും മൈക്രോടെ ചെയ്യണം എന്ന് പറഞ്ഞാണ് വീഡിയോ എടുക്കാനായിട്ട് വന്നത്. പക്ഷെ ഈ സിലബസിൽ എൻ്റെതിൻ്റെ മൈക്രോയുടെ പേപ്പർ എന്തോ കാണാണ്ട് പോയി. അപ്പോൾ ഇനി അത് ഞാൻ ഫോണിൽ നോക്കിയിട്ട് എഴുതി വല്ലതും വെച്ചാലേ എനിക്ക് പറയാൻ പറ്റൂ. ഡയറക്റ്റ് ഇങ്ങനെ നോക്കിയിരുന്നത്. ഇപ്പം ഞാൻ പ്രിപ്പയർഡ് ആയിട്ടൊന്നും പറഞ്ഞല്ല, ഇപ്പം നോക്കി ഇപ്പം പറഞ്ഞ സാധനമാണ്. അപ്പം അത് പേപ്പർ ഇല്ലാണ്ട് പറ്റില്ല. അല്ലെ നോക്കി എഴുതി വെച്ചിട്ടേ പറയാൻ പറ്റൂ. പറ്റുവാണെങ്കിൽ വീഡിയോ ചെയ്യാം. ഇനിയിപ്പോൾ സമയം ഉണ്ടോയെന്ന് എനിക്ക് അറിയാൻ മേല. ഇപ്പോൾ വീട്ടിൽ ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യണത്. ഇവിടെ ലൈറ്റിൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പറ്റത്തില്ല എന്നൊന്നും വിചാരിക്കണ്ട. മാക്സിമം പറ്റണ പോലെ എക്സാംസ് ഒക്കെ എഴുതുക. ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റും. ഇനിയും പഠിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇനിയും ഒരു 3-4 ദിവസം ഉണ്ട്. ആ ദിവസങ്ങൾ യൂട്ടിലൈസ് ചെയ്താൽ തന്നെ പാസ്സായി പോകാൻ പറ്റും. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റും. എല്ലാവരും എന്താ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക. നന്നായിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക. പറ്റണ പോലെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.